വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനൻ തലസ്ഥാനത്ത് ഇസ്രായേലിന്റെ ബോംബിംഗ് അവസാനിക്കാതെ ഇസ്രായേൽ ആക്രമണത്തിൽ പുതുതായി 136-ലധികം പേർ കൊല്ലപ്പെട്ടു. ലബനൻ മറ്റൊരു ഗസയായി മാറുകയാണ്. യമൻ സിറ്റിയായ ഹുദൈദയിലെ സീപോർട്ടും പവർ പ്ലാന്റും തകർത്ത് ഇസ്രായേൽ. ഗസയിൽ ഇസ്രായേലിന്റെ അരുങ്കൊല അവസാനിക്കുന്നില്ല. ബൈത്ലാഹിയയിൽ സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് നിരവധി മരണം. ലബനന്റെ തലസ്ഥാന നഗരമായ ബൈറൂത്തിൽ ബോംബിട്ട് തകർക്കുന്നതോടൊപ്പം തന്നെ ലബനന്റെ തെക്കും കിഴക്കും പ്രദേശങ്ങളെയും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്നു. ലബനന്റെ തെക്കൻ പട്ടണമായ സൈദോണിൽ ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തുന്നത്. ലബനീസ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇന്നലെ മാത്രം 139-ലധികം ആളുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ്. ഹിസ്ബുള്ളയ്ക്ക് അടുത്ത കാലത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും തോൽവിയുമാണ് അവരുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ളയുടെ കൊല. മൊത്തത്തിൽ വലിയൊരു ശക്തിക്ഷയം സംഭവിച്ച ഘട്ടത്തിൽ നേതാവ് കൂടി ഇല്ലാതാവുക എന്നത് വളരെ പ്രയാസകരമാണ്. കൃത്യമായ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ ആളുകളെ ലക്ഷ്യം വെച്ച് കൊല്ലാനുള്ള ഇസ്രായേലിന്റെ പാടവം ഒന്ന് വേറെ തന്നെയാണ്. സത്യത്തിൽ ലബനനകത്ത് മൊസാദിന്റെ വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിന് ആവശ്യമുള്ളവർ എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ ചാരന്മാരിൽ നിന്നും ഇസ്രായേലിന് കൃത്യമായി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് മറികടക്കാനുള്ള തന്ത്രം പഠിക്കാതെ, അല്ലെങ്കിൽ അതേ അളവിൽ തിരിച്ചടിക്കാൻ പഠിക്കാതെ ഇനി ഹിസ്ബുള്ളക്കും ഹമാസിനും അതിജീവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. വെള്ളിയാഴ്ച ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഒരു കൂട്ടം പാർപ്പിട സമുച്ചയങ്ങളാണ് ഇസ്രായേൽ തകർത്തത്. അവക്കുള്ളിൽ ഹിസ്ബുള്ള തലവൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയും തുളച്ചുപോകാൻ ശേഷിയുള്ള ശക്തമായ ബോംബുകൾ തന്നെയാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. ഇസ്രായേൽ പുതിയ പുതിയ യുദ്ധതന്ത്രങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും മറ്റാരേക്കാളും വലിയ മേൽക്കൈ നേടുകയാണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ. യുദ്ധം ഏകപക്ഷീയമാണെങ്കിലും പുതിയ യുദ്ധതന്ത്രങ്ങളും സംവിധാനങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നുമെല്ലാം വിമാനമാർഗം ആയുധങ്ങൾ എത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ കൂടുതൽ ശക്തമാക്കുക എന്നത് ഇത്തരുണത്തിൽ വളരെയധികം ശ്രമകരമാണ്. ഇനി ഇസ്രായേലിനെ അല്പമൊന്ന് പരിഭ്രാന്തിയിലെത്തണമെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒന്നിച്ചൊരു ആക്രമണത്തിന് രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരണം. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും മിത്രബലവും തങ്ങൾക്കുണ്ടെന്ന ആത്മവിശ്വാസവും ഇസ്രായേലിനുണ്ട്. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള യമനികളുടെ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി യമനി തുറമുഖ നഗരമായ ഹുദൈദയെ ഇസ്രായേൽ ആക്രമിച്ചു. ഹുദൈദ തുറമുഖത്തെയും പവർ സ്റ്റേഷനുകളെയുമാണ് ഇസ്രായേൽ ബോംബിട്ട് ചാമ്പലാക്കിയത്. ഏകദേശം 15ഓളം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായാണ് അറിയുന്നത്. റൈസിസ പോർട്ട് യമനിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്നും ഓയിൽ എത്തിച്ചേരുന്ന പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ്. ആ പോർട്ടാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നത്. കൂടാതെ അൽ ഖദീബ്, അൽ ഹാലി എന്നീ പവർ സ്റ്റേഷനുകളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നു. ആക്രമണത്തിൽ 4-ലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അറിയുന്നു. കരയുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ഇന്നലെ മാത്രം 120 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലെങ്കിലും ശക്തമായ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ഇസ്രായേലിന്റെ റിസർവ്ഡ് സൈനിക വിഭാഗം നോർത്തേൺ ബോർഡറിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ കവചിത വാഹനങ്ങളും ടാങ്കുകളും മറ്റു യുദ്ധോപകരണങ്ങളും അതിർത്തിയിൽ സജ്ജമായി കഴിഞ്ഞു. ഏത് നിമിഷവും ലബനൻ എന്ന പരമാധികാര രാജ്യത്തേക്ക് ഇസ്രായേൽ സേന കടന്നു കയറാം. ദിവസങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ സൈനിക തലവൻ തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞതാണ് ഇസ്രായേൽ സൈനിക ബോട്ടുകൾ ശത്രു രാജ്യത്തേക്ക് പ്രവേശിക്കണമെന്നുള്ളത്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇസ്രായേലിന് കൂടുതൽ ശക്തി പകരാൻ കൂടുതൽ എയർ ഡിഫൻസ് സംവിധാനങ്ങളും കൂടുതൽ സൈനികരുമായി അമേരിക്ക വീണ്ടും മേഖലയിലേക്ക് വരുന്നു.